നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ. സൗദിയിലും ഒമാനിലും മാസപ്പിറവി ദൃശ്യമായി. ഗൾഫ് രാജ്യങ്ങളിൽ നാളെ മുതൽ റമദാൻ വ്രതാരംഭം. റമദാൻ മാസത്തിൽ ദുബായിലെ സ്വകാര്യ സ്കൂളുകൾക്ക് വിദൂര പഠനത്തിന് അനുമതി നൽകി. UAE-യിൽ മാർച്ച് മാസത്തിലെ ഇന്ധനവില പ്രഖ്യാപിച്ചു. പെട്രോൾ വിലയിൽ നിലവിലുള്ളതിനേക്കാൾ 2 ഫിൽസും ഡീസൽ വിലയിൽ 5 ഫിൽസും കുറച്ചു. സൗദിയിലെ ഓൺലൈൻ സേവന പ്ലാറ്റ്ഫോമായ അബ്ഷിബറിൽ 3 പുതിയ സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്തും. റീ എൻട്രി, ഇഖാമ പുതുക്കൽ, ആശ്രിതരെ ഉൾപ്പെടുത്തൽ എന്നിവയിൽ കൂടുതൽ സേവനങ്ങൾ. ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഈ വർഷം തന്നെ ഉണ്ടായേക്കാമെന്ന് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ. കരാർ ലോകത്തിലെ ഏറ്റവും വലിയ ഇടപാട് മേധാവി ഉർസുല വോൺ ഡർ ലെയ്ൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ കോൺഗ്രസ് AICC നേതൃത്വം വിളിച്ച സംസ്ഥാന കോൺഗ്രസ് നേതാക്കളുടെ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ചർച്ചയായി. നേതൃമാറ്റം ചർച്ചയായില്ല. UDF-നെ അധികാരത്തിലെത്തിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യണമെന്ന് മല്ലികാർജുൻ ഖാർഗെ. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ കേരളത്തിനെതിരെ വിദർഭയ്ക്ക് 37 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. കേരളം 342 റൺസിന് പുറത്ത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. ഗൾഫ് രാജ്യങ്ങളിൽ നാളെ മുതൽ റമദാൻ വ്രതാരംഭം. സൗദി അറേബ്യയിലും ഒമാനിലും മാസപ്പിറവി കണ്ടതായി അധികൃതർ അറിയിച്ചു. 1 മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനങ്ങളിലേക്ക് വിശ്വാസികൾ നാളെ പുലർച്ചെ മുതൽ കടക്കും. മാസപ്പിറവി സ്ഥിരീകരിക്കുന്നതിനായി അത്യാധുനിക നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിലുള്ള ഡ്രോണുകൾ UAE ഉപയോഗിച്ചിരുന്നു. റമദാൻ പ്രമാണിച്ച് UAE-യിലെ സർക്കാർ സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ ജോലി സമയത്തിൽ കുറവ് അനുവദിച്ചിട്ടുണ്ട്. സ്കൂൾ പ്രവൃത്തി സമയത്തിനും കുറവുണ്ട്. കനത്ത ചൂടുള്ള കാലാവസ്ഥയിലല്ല ഇത്തവണ റമദാൻ മാസമെന്ന പ്രത്യേകതയുമുണ്ട്. റമദാൻ മാസത്തിൽ ദുബായിലെ സ്വകാര്യ സ്കൂളുകൾക്ക് വിദൂര പഠനത്തിന് അനുമതി നൽകി. ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന പരീക്ഷയ്ക്കായി വിദ്യാർത്ഥികൾ നേരിട്ട് സ്കൂളുകളിലെത്തണം. സർക്കാർ സ്കൂളുകൾക്ക് റമദാൻ മാസത്തിലെ വെള്ളിയാഴ്ചകളിൽ വിദൂര പഠനത്തിന് നേരത്തെ തന്നെ അനുമതി നൽകിയിരുന്നു. റമദാനിൽ ദുബായിലെ സ്കൂൾ പ്രവൃത്തി സമയം സാധാരണ ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ 12:30 വരെയും വെള്ളിയാഴ്ചകളിൽ രാവിലെ 9 മുതൽ 11 മണി വരെയുമാണ്. മാർച്ച് മാസത്തിൽ UAE-യിലെ ഇന്ധനവില പ്രഖ്യാപിച്ചു. പെട്രോൾ വിലയിൽ നിലവിലുള്ളതിനേക്കാൾ 2 ഫിൽസും ഡീസൽ വിലയിൽ 5 ഫിൽസും കുറവായിരിക്കും. മാർച്ചിലെ വില മാർച്ച് 1 മുതൽ സൂപ്പർ 98 പെട്രോളിന് ലിറ്ററിന് 2.73 ദിർഹമായിരിക്കും നിരക്ക്. സ്പെഷ്യൽ 95 ലിറ്ററിന് 2.61 ദിർഹം. E+91 പെട്രോളിന് ലിറ്ററിന് 2.54 ദിർഹം എന്നിങ്ങനെയാണ് മാർച്ച് മാസത്തെ നിരക്ക്. ഡീസൽ വില ലിറ്ററിന് 5 ഫിൽസ് കുറച്ച് 2.77 ദിർഹമാണ് മാർച്ചിലെ വില. ആഗോള വിലയുടെ അടിസ്ഥാനത്തിൽ എല്ലാ മാസവും ഇന്ധനവില പുതുക്കി നിശ്ചയിക്കുന്ന രീതിയാണ് UAE-യിൽ പിന്തുടരുന്നത്. സൗദിയിലെ പ്രവാസികൾ സ്വദേശങ്ങളിലേക്ക് അയച്ച പണത്തിൽ 32% വളർച്ച രേഖപ്പെടുത്തി. പ്രവാസികൾ കഴിഞ്ഞ മാസം സ്വദേശങ്ങളിലേക്ക് അയച്ച കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ സൗദി സെൻട്രൽ ബാങ്ക് പുറത്തുവിട്ടിട്ടുള്ള കണക്കാണ് ഇത്. ജനുവരിയിൽ 1370 കോടി റിയാലാണ് സൗദി പ്രവാസികൾ ബാങ്കുകളും മണി എക്സ്ചേഞ്ചുകളും ധനകാര്യ സ്ഥാപനങ്ങളും വഴി സ്വദേശങ്ങളിലേക്ക് അയച്ചത്. സൗദി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഓൺലൈൻ സേവന പ്ലാറ്റ്ഫോമായ അബ്ഷിറിൽ 3 പുതിയ സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്തും. റീ എൻട്രി, വിസ കാലാവധി കഴിഞ്ഞാൽ അത് റദ്ദാക്കൽ, സൗദി പൗരൻ്റെ വിദേശിയായ മാതാവിൻ്റെ ഇഖാമ പുതുക്കൽ, താമസരേഖയിൽ ആശ്രിതരെ ഉൾപ്പെടുത്തൽ എന്നീ സേവനങ്ങളാണ് അബ്ഷിർ പ്ലാറ്റ്ഫോമിൽ പുതിയതായി ആരംഭിച്ചിരിക്കുന്നത്. റിയാദിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സൗദി ജവാസത്ത് മേധാവി മേജർ ജനറൽ ഡോക്ടർ സ്വാലിഹ് അൽ മുറബ്ബ പുതിയ സേവനങ്ങൾ അവതരിപ്പിച്ചു. കുവൈറ്റിലാകെ 7,80,000
930 ഗാർഹിക തൊഴിലാളികൾ ജോലി ചെയ്യുന്നതായി സിവിൽ ഇൻഫർമേഷൻ ബ്യൂറോ. രാജ്യത്താകെ 15 ലക്ഷത്തോളം സ്വദേശി പൗരന്മാരാണ് ഉള്ളത്. പൗരന്മാരിൽ 2 പേരിൽ ഒരാൾക്ക് ഒരു ഗാർഹിക തൊഴിലാളി വീതം ഉള്ളതായിട്ടാണ് സ്ഥിതി വിവരക്കണക്കുകൾ പുറത്തു വന്നിട്ടുള്ളത്. ഗാർഹിക തൊഴിലാളികളിൽ ഏറ്റവും അധികം പേർ ഇന്ത്യക്കാരാണ്. 3,28,487 ഇന്ത്യക്കാരാണ് കുവൈറ്റിൽ ഗാർഹിക മേഖലയിൽ ജോലി ചെയ്യുന്നത്. ഇന്ത്യക്കാർക്ക് തൊട്ടുപിന്നിൽ ഫിലിപ്പീൻസും ഗാർഹിക തൊഴിലാളികളാണ് ഉള്ളത്. ശ്രീലങ്കൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, എത്യോപ്യ, മാലി, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് മറ്റ് ഗാർഹിക തൊഴിലാളികൾ കുവൈറ്റിൽ ജോലി ചെയ്യുന്നത്. കുവൈറ്റിലെ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് വിശുദ്ധ റംദാന്റെ മഹത്വം പങ്കിടാൻ ക്വിസ് സംഘടിപ്പിക്കുന്നു. അറിവ് പങ്കിടാനും ആത്മീയത വർദ്ധിപ്പിക്കുവാനും സമ്മാനം നേടാനും ഇതൊരു മികച്ച അവസരമാണെന്ന് മെട്രോ മാനേജ്മെൻറ്റ് അറിയിച്ചു. കുവൈറ്റിൽ താമസിക്കുന്ന ഏവർക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. ക്വിസിൽ പങ്കെടുക്കുന്നതിനായി നിങ്ങളുടെ പൂർണ്ണമായ പേര് ഉൾപ്പെടുത്തുന്നത് കൂടാതെ ഓരോ ചോദ്യത്തിനും A1, A2, A3 എന്ന ക്രമത്തിൽ ശരിയായ ഉത്തരങ്ങൾ എഴുതി വാട്സപ്പ് നമ്പറിലേക്ക് അയക്കേണ്ടതാണ്. പ്രതിദിനം ഒരു ഭാഗ്യശാലിയെ ലക്കി ഡ്രോ വഴി തിരഞ്ഞെടുത്ത് വിജയിയെ അടുത്ത ദിവസം വൈകിട്ട് 5 മണിക്ക് പ്രഖ്യാപിക്കും. മത്സരവിധി അന്തിമമായിരിക്കും. ഈ മത്സരം മാർച്ച് 1 മുതൽ ഈദ് ദിനം വരെ തുടരും. ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഈ വർഷം തന്നെ ഉണ്ടായേക്കാമെന്ന് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ മേധാവി ഉർസുല വോൺ ഡെർ ലെയ്ൻ പറഞ്ഞു. ഇത്തരമൊരു കരാർ ലോകത്തിലെ ഏറ്റവും വലിയ ഇടപാടായിരിക്കുമെന്ന് അവർ ഡൽഹിയിൽ പറഞ്ഞു. ഈ വർഷം 2ാം പകുതിയിൽ ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന അടുത്ത ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് സന്ദർശനം. ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഈ വർഷം തന്നെ ഉണ്ടായേക്കാമെന്ന് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ മേധാവി ഉർസുല വോൺ ഡെർ ലെയ്ൻ പറഞ്ഞു. ഇത് എളുപ്പമായിരിക്കില്ലെന്ന് എനിക്കറിയാം, പക്ഷേ സമയവും ദൃഢനിശ്ചയവും പ്രധാനമാണ്. ഇത്തരമൊരു കരാർ ലോകത്തിലെ ഏറ്റവും വലിയ ഇടപാടായിരിക്കുമെന്നും വോൺ ഡെർ ലെയ്ൻ ഡൽഹിയിൽ വ്യക്തമാക്കി. ഇന്ത്യ യൂറോപ്പിന്റെ വിശ്വസ്ത സുഹൃത്തും തന്ത്രപരമായ സഖ്യകക്ഷിയുമാണെന്നും സന്ദർശനവേളയിൽ ഉർസുല വോൺ വിശേഷിപ്പിച്ചു. 2004 മുതൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തന്ത്രപരമായ പങ്കാളികളാണ്. ഈ വർഷം 2ാം പകുതിയിൽ ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന അടുത്ത ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് സന്ദർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും മുതിർന്ന മന്ത്രിമാരുമായും അവർ കൂടിക്കാഴ്ച നടത്തി. യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ ഉഭയകക്ഷി പ്രതിരോധ, സാങ്കേതിക, വാണിജ്യ ബന്ധങ്ങൾ ദൃഢമാക്കാൻ ലക്ഷ്യമിട്ടാണ് സന്ദർശനം. സംഘർഷങ്ങളുടെയും തീവ്രമായ മത്സരത്തിന്റെയും ഈ കാലഘട്ടത്തിൽ നമുക്ക് വിശ്വസ്തരായ സുഹൃത്തുക്കളെ ആവശ്യമാണ്. യൂറോപ്പിന് ഇന്ത്യ അത്തരമൊരു സുഹൃത്തും തന്ത്രപരമായ സഖ്യകക്ഷിയുമാണ്. നമ്മുടെ തന്ത്രപരമായ പങ്കാളിത്തത്തെ അടുത്ത ഘട്ടത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകാമെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്താനായെന്നും അവർ പറഞ്ഞു. 2024 ജൂണിലെ യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ സന്ദർശനമാണിത്. 2022 ഏപ്രിലും 2023 സെപ്റ്റംബറിലും അവർ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. നാഷണൽ ഡെസ്ക്, അമൃത ന്യൂസ്. UAE ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മൊബൈൽ ആപ്പിലൂടെ കുറ്റകൃത്യങ്ങൾ പോലീസിനെ അറിയിക്കാമെന്ന് അധികൃതർ അറിയിച്ചു. MOIUAE എന്ന മൊബൈൽ ആപ്പിലെ പോലീസ് സ്റ്റേഷൻ ഇൻ യുവർ മൊബൈൽ എന്ന വിഭാഗം തിരഞ്ഞെടുത്ത് കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. ലളിതമായ 5 സ്റ്റെപ്പുകളിലൂടെ രാജ്യത്തെവിടെ നിന്നും പൊതുജനങ്ങൾക്ക് പോലീസിന് പരാതി നൽകാവുന്ന സംവിധാനമാണ് ഇത്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പോലീസ് സ്റ്റേഷൻ ഇൻ യുവർ മൊബൈൽ എന്ന വിഭാഗത്തിൽ ഏത് പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുക്കേണ്ടത് എന്ന് തിരഞ്ഞെടുക്കാം. പിന്നീട് പരാതിയുടെയും പരാതിക്കാരൻ്റെയും വിശദാംശങ്ങൾ രേഖപ്പെടുത്തി പരാതികൾ സമർപ്പിക്കാം. നൽകിയ പരാതിയിന്മേലുള്ള നടപടികൾ പരിശോധിക്കാനും ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനും മൊബൈൽ ആപ്പിലൂടെ സാധിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു. AICC നേതൃത്വം വിളിച്ച സംസ്ഥാന കോൺഗ്രസ് നേതാക്കളുടെ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ചർച്ചയായി. നേതൃമാറ്റം ചർച്ചയായില്ല. UDFനെ അധികാരത്തിലെത്തിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യണമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായുള്ള ഹൈക്കമാൻഡ് ചർച്ച അവസാനിച്ചു. കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ സമ്പൂർണ്ണ ഐക്യം വേണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. മാധ്യമങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായം പറയാൻ ആർക്കും അവകാശമില്ല എന്നും ഹൈക്കമാൻഡ് പൂർണ്ണ നിരീക്ഷണം നടത്തുമെന്നും യോഗത്തിൽ നേതൃത്വം വ്യക്തമാക്കി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാൻ നൽകിയ കൂടുതൽ മൊഴികൾ പുറത്ത്. 3 കൊലപാതകങ്ങൾ നടത്തിയതായി അറിയിച്ച ശേഷമാണ് ഫർസാനയെ കൊലപ്പെടുത്തിയത്. പാങ്ങോട് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലാണ് പ്രതി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതേസമയം ചികിത്സയിൽ കഴിയുന്ന മാതാവ് ഷമിയുടെ മൊഴിയെടുക്കുന്ന കാര്യം മജിസ്ട്രേറ്റ് തീരുമാനിക്കും. അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം നാട്ടിലെത്തി ഭാര്യ ഷമിയെ കണ്ടു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിലാണ് പ്രതി അഫാന്റെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. കാമുകി ഫർസാനയെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് താൻ 3 കൊലപാതകങ്ങൾ നടത്തിയതായി അഫാൻ ഫർസാനയെ അറിയിച്ചതായി പാങ്ങോട് പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞു.
ഇനി എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചതോടെയാണ് ഫർസാനെയും കൊലപ്പെടുത്തിയത്. സാമ്പത്തിക പരാധീനതകൾ തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് അഫാൻ ആവർത്തിക്കുന്നത്. നാട്ടിൽ 14 പേരിൽ നിന്നായി കുടുംബം ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങിയിരുന്നു. ഉമ്മുമ്മയിൽ നിന്നും 3 പവന്റെ മാല ലഭിക്കാതെ ആയതോടെയാണ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയത്. കാമുകി ഫർസാനയുടെ മാലയും ഇയാൾ പണയം വെച്ചിട്ടുണ്ട്. മൊഴികളിൽ വൈരുദ്ധ്യം നിലനിൽക്കുന്നതിനാൽ അഫാന്റെ മാനസിക ആരോഗ്യനില പരിശോധിക്കാനാണ് പോലീസ് തീരുമാനം. അതേസമയം കുടുംബത്തിനുണ്ടായ ദാരുണ സംഭവത്തെ തുടർന്ന് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം നാട്ടിലെത്തി. സൗദിയിലെ സാമൂഹിക സംഘടനകൾ ഇടപെട്ടാണ് അബ്ദുൾ റഹീമിനെ നാട്ടിലെത്തിച്ചത്. രാവിലെ 7:30യോടെയായിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ റഹീം ആശുപത്രിയിലെത്തി ഭാര്യ ഷെമിയെ കണ്ടത്. ഷെമിയും റഹീമിനെ തിരിച്ചറിഞ്ഞു. കട്ടിലിൽ നിന്ന് വീണാണ് പരിക്കേറ്റതെന്നാണ് ഷെമി ആവർത്തിക്കുന്നത്. കണ്ടപ്പോഴത്തേക്ക് റഹീമിനെ തിരിച്ചറിയുകയും കയ്യിൽ പിടിച്ചു. മകൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. മകനടുത്ത ഇദ്ദേഹത്തിൻ്റെ അളിയൻ്റെ വീട്ടിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു. റിക്കവർ ചെയ്ത് വരാനാണ് പ്രതീക്ഷ. അവർ കൊടുത്ത സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ച് തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. അവർ കട്ടിലിൽ നിന്ന് വീണത് എന്നാണ് ആദ്യം കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെയാണ് പോകുന്നത്. സംസാരിക്കുന്ന വ്യക്തമായി തിരിഞ്ഞില്ലെങ്കിൽ പോലും മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും. അത് റഹീമിന് മനസ്സിലാവുന്നുണ്ട്. റഹീം അതിന് മറുപടിയും കൊടുക്കുന്നുണ്ട്. അഫാനെ പറ്റി ചോദിച്ചു. അത് ഏറ്റവും കൂടുതൽ ഇളയ കുട്ടിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇല്ല അങ്ങനെ അറിയിച്ചിട്ടില്ല. അങ്ങനെ അറിയിച്ചിട്ടില്ല. ഇപ്പോൾ അവരുടെ സഹോദരൻ്റെ വീട്ടിലാണ് ഉള്ളതായിട്ടാണ് അറിയിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. ചോദിക്കുന്നുണ്ട് അവർ. അപ്പോൾ ICUവിലായതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറ്റി വിടാത്തത് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അങ്ങനെ തന്നെയാണ് പോകേണ്ടത്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഷെമിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. മജിസ്ട്രേറ്റിന്റെ അനുമതിയോടെയാണ് മൊഴിയെടുപ്പ്. അടുത്ത ദിവസം കൂടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുന്ന അഫാനെ ഡിസ്ചാർജ് ചെയ്യുന്നതോടെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമലയിലെ പുണ്യം പൂങ്കാവനം പദ്ധതി അവസാനിപ്പിക്കണമെന്ന് ഹൈക്കോടതി. പദ്ധതിയുടെ പേരിൽ പണം പിരിച്ചെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ നടപടി. പോലീസിന്റെ റിപ്പോർട്ടിന്മേൽ നടുക്കം രേഖപ്പെടുത്തിയാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. ശബരിമലയും പമ്പയും വൃത്തിയായി സൂക്ഷിക്കുവാനും ഭക്തർക്ക് ദർശനം സുഗമമാക്കുവാനും ഉദ്ദേശിച്ച് 2011 തുടങ്ങിയ പുണ്യം പൂങ്കാവനം പദ്ധതിയാണ് നിർത്തിവെക്കുവാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ADGP അജിത് കുമാർ മുദ്രവച്ച കവറിൽ നൽകിയ റിപ്പോർട്ട് പരിഗണിച്ച് നടുക്കം രേഖപ്പെടുത്തിക്കൊണ്ടാണ് കോടതി പദ്ധതി നിർത്തലാക്കുവാൻ ആവശ്യപ്പെട്ടത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നടപടിയെടുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. പദ്ധതിയുടെ പേരിൽ വ്യാപകമായ പണപ്പിരിവ് നടന്നുവെന്നും 2 വർഷമായി പുണ്യം പൂങ്കാവന പദ്ധതി പ്രവർത്തിക്കുന്നില്ലെന്നും കോടതി നിരീക്ഷിച്ചു. 2011 IG P വിജയന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി വളരെയധികം പ്രശസ്തി നേടുകയും ഹൈക്കോടതിയുടെ പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്തിരുന്നു. 2021 പദ്ധതിയുടെ പേരിൽ പലരും പണം പിരിക്കുന്നുണ്ടെന്ന വിവരം പുറത്തുവന്നത്. ഇതേ തുടർന്ന് ദേവസ്വം ബോർഡ് നേരിട്ട് പവിത്രം ശബരിമല പദ്ധതിയാണ് നടപ്പിലാക്കിയിരുന്നത്. ശബരിമലയും പമ്പയും പ്ലാസ്റ്റിക് മുക്തമാക്കുവാനും ശുചീകരണം കാര്യക്ഷമമാക്കുവാനും ലക്ഷ്യമിട്ടാണ് പുണ്യം പൂങ്കാവനം പദ്ധതി പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത്. 1 മണിക്കൂർ ശുചീകരണം, തുടർന്ന് ബോധവൽക്കരണം എന്ന രീതിയിലായിരുന്നു പദ്ധതി. പണം പിരിച്ച് ഭക്തരെ വഞ്ചിക്കാൻ അനുവദിക്കില്ലെന്ന നിരീക്ഷണത്തോടെയാണ് കോടതി പദ്ധതി നിർത്തലാക്കിയത്. അമൃത ന്യൂസ്, കൊച്ചി. മതവിദ്വേഷ പരാമർശ കേസിൽ PC ജോർജിന് ജാമ്യം. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. വിദഗ്ധ ചികിത്സയ്ക്ക് PC ജോർജിനെ വിധേയനാക്കണമെന്ന് പ്രതിഭാഗത്തിൻ്റെ വാദം അംഗീകരിച്ചാണ് ജാമ്യ ഹർജിയിൽ കോടതിയുടെ വിധി. അതേസമയം തീവ്രവാദത്തിനെതിരായ PC ജോർജിൻ്റെ നിലപാടിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല എന്ന് മകൻ ഷോൺ ജോർജ് വ്യക്തമാക്കി. ചാനൽ ചർച്ചയ്ക്കിടയിലെ മതവിദ്വേഷ പരാമർശത്തിന്റെ പേരിൽ ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കാത്തതിനെ തുടർന്ന് ഈരാറ്റുപേട്ട കോടതിയിൽ കീഴടങ്ങിയ PC ജോർജിന് ഒടുവിൽ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചു. കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നെങ്കിലും ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ജോർജിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. തിങ്കളാഴ്ച മുതൽ ഇവിടെ ചികിത്സയിൽ കഴിയുന്ന PC ജോർജിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച മെഡിക്കൽ റിപ്പോർട്ട് പ്രതിഭാഗം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ജാമ്യഹർജിയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. എന്നാൽ കേസിൽ മൊഴിയെടുക്കലും തെളിവു ശേഖരണവും പോലീസ് പൂർത്തീകരിച്ചതാണെന്നും ജോർജിന് വിദഗ്ധ ചികിത്സ നൽകേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. പ്രോസിക്യൂഷൻ വാദങ്ങൾ അംഗീകരിച്ച കോടതി ജോർജിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. അതേസമയം തീവ്രവാദത്തിനെതിരായ PC ജോർജിന്റെ നിലപാടിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്ന് മകൻ ഷോൺ ജോർജ് പറഞ്ഞു. PC ജോർജിനെതിരായ ഹൈക്കോടതി പരാമർശങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്നും മെഡിക്കൽ കോളേജിൽ നിന്നും ജോർജിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നും ഷോൺ വ്യക്തമാക്കി. അമൃത ന്യൂസ്, കോട്ടയം. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തിനെതിരെ സർക്കാരിൻ്റെ പ്രതിരോധം തീർത്ത് CITU വിഭാഗം. കേന്ദ്ര സർക്കാരിനെതിരെയാണ് സമരം നടത്തേണ്ടതെന്നും തെറ്റിദ്ധാരണയിൽ വീണുപോയവർ തിരിച്ചുവരുമെന്നും പ്രഖ്യാപിച്ചായിരുന്നു AG's ഓഫീസിന് മുന്നിലെ പ്രതിഷേധം. തൊഴിലുറപ്പ് തൊഴിലാളികളെ കുത്തിനിറച്ചുള്ള CITU പ്രതിഷേധത്തിൽ വീഴില്ല എന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് പ്രതിനിധികൾ വ്യക്തമാക്കി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസ് വിന്യാസം ഏർപ്പെടുത്തിയിരുന്നു.
സമരം 19ാം ദിവസത്തിലേക്ക് കടന്നതിന് പിന്നാലെയാണ് ബദൽ സമരവുമായി ആശാ ഹെൽത്ത് ഫെഡറേഷൻ CIT വിഭാഗം സർക്കാരിനായി പ്രതിരോധ കോട്ട് തീർത്തത്. ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെയാണെന്ന വാദം ഉയർത്തിയായിരുന്നു AGS ഓഫീസിന് മുന്നിലേക്കുള്ള ഇവരുടെ പ്രതിഷേധം. സമര കവാടത്തിന്റെ ഒരു വശത്ത് ആരോഗ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ആശാവർക്കർമാരുടെ മുദ്രാവാക്യം വിളികളിലൂടെയായിരുന്നു CIT പ്രതിഷേധം എത്തിയത്. സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശമാർ തെറ്റിദ്ധാരണയിൽ വീണതാണെന്നും ഇക്കാര്യം മനസ്സിലാക്കി ഇവർ തിരിച്ചുവരുമെന്നും ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ പ്രതിനിധികൾ. തീരുമാനം നടപ്പിലാക്കി ആശമാരെ സഹായിക്കുന്ന ഒരു ഗവൺമെന്റിനെ ദ്രോഹിക്കാൻ നടത്തുന്ന സമരമാണെന്ന് ആ രംഗത്ത് തെറ്റിദ്ധാരണയോടെ പോയിട്ടുള്ള സഹോദരിമാർ തിരിച്ചറിയണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സമരം രാഷ്ട്രീയ പ്രേരിതമെന്നും ആശാ ഹെൽത്ത് ഫെഡറേഷൻ ആരോപിച്ചു. എന്നാൽ CIT ഒരുക്കിയ ബദൽ സമരം തൊഴിലുറപ്പ് തൊഴിലാളികളെയും മറ്റ് സംഘടനാ ജീവനക്കാരെയും കുത്തിനിറച്ചുള്ള സമരമാർഗമെന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശമാർ തിരിച്ചടിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളെയും മറ്റുമൊക്കെ കൊണ്ടുപോയി ആശാ വർക്കർമാർ എന്ന പേരിൽ അവിടെ പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. വളരെ പരിഹാസ്യമാണ്. ഒരേ വിഷയത്തിൽ ആശാ വർക്കർമാർ ചേരിതിരിഞ്ഞ് സെക്രട്ടേറിയറ്റിന് സമീപത്തെത്തിയതോടെ സംഘർഷ സാധ്യത ഒഴിവാക്കാൻ സ്ഥലത്ത് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് ശിശുക്ഷേമ സമിതിയിൽ 2 മാസം പ്രായമുള്ള കുട്ടി മരണപ്പെട്ടു. തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് ഇന്ന് ഉച്ചയോടെ മരിച്ചത്. ഇതിന് പിന്നാലെ മറ്റു കുട്ടികളും അസുഖങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 16 കുട്ടികൾ തൈക്കാട് ആശുപത്രിയിലും 4 കുട്ടികൾ SIT ആശുപത്രിയിലും ചികിത്സയിലാണ്. ഭക്ഷ്യസുരക്ഷാ വിഭാഗം രാവിലെ ശിശുക്ഷേമ സമിതിയിലെത്തി പരിശോധന നടത്തിയിരുന്നു. അതേസമയം സാധാരണ നടത്താറുള്ള പരിശോധന തന്നെയാണെന്നും കുട്ടികൾ ഇടയ്ക്കൊക്കെ ചികിത്സയിലായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാറുണ്ടെന്നും ശിശുക്ഷേമ സമിതി ചെയർമാൻ അരുൺ ഗോപി അമൃത വാർത്തകളോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആൻഫ്ലിറ്റ് ഡിസൂസ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ആൻഫ്ലിറ്റ്, വളരെ ഗുരുതരമായ ഒരു വിഷയമാണല്ലോ ഇത്. ഈ കുട്ടി മരിക്കാനുള്ള കാരണത്തെക്കുറിച്ച് ഔദ്യോഗികമായ വിശദീകരണങ്ങൾ ലഭിക്കുന്നുണ്ടോ? മറ്റു കുട്ടികളുടെ ആരോഗ്യനില എന്താണ്? രാജേഷ്, വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇന്ന് 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം അതിന് ഛർദിയും വയറിളക്കത്തെ തുടർന്ന് അതിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ചികിത്സയ്ക്ക് ശേഷം തിരികെ കൊണ്ടുപോയി അതിനുശേഷം ഇന്ന് OP കാണിച്ചപ്പോൾ വീണ്ടും അതിനെ ചികിത്സയിൽ ഇരിക്കവെയാണ് ഇന്ന് ഉച്ചയോടുകൂടി മരണം സംഭവിച്ചത്. സമാനമായ അസുഖത്തെ തുടർന്ന് ഇപ്പോൾ മറ്റു കുട്ടികളെ 20 കുട്ടികൾ 2 ആശുപത്രികളിൽ, അതായത് 16 കുട്ടികൾ തൈക്കാട് ആശുപത്രിയിലും 4 പേർ SIT ആശുപത്രിയിലും ചികിത്സയിലാണ്. ഇവർക്കുമൊക്കെ ഈ സമാനമായ അസുഖങ്ങളും അസ്വസ്ഥതകളും തന്നെയാണ്. നമുക്ക് അറിയാൻ കഴിയുന്ന വിവരമനുസരിച്ച് പല കുട്ടികളുടെ നില അവശ്യ നിലയിലാണെന്ന് വരെ നമുക്ക് റിപ്പോർട്ടുകളുണ്ട്. ഇക്കാര്യം ഇന്ന് രാവിലെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ശിശുക്ഷേമ സമിതിയിലേക്ക് പരിശോധന നടത്തിയിരുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് ശിശുക്ഷേമ സമിതി അധികൃതരോട് നമ്മൾ വിവരം തേടി. പക്ഷെ അവർ ഈ വാർത്ത സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് കുട്ടി മരണപ്പെട്ടതും 2 മാസം പ്രായമുള്ള കുട്ടിയാണ്. പാല് കുടിച്ചപ്പോൾ അത് പെട്ടെന്ന് ഛർദ്ദിക്കുകയും അങ്ങനെ വയറിളക്കമൊക്കെ വന്നു, ചുമ വന്നു, അങ്ങനെ ആശുപത്രി പ്രവേശിപ്പിച്ചു. പിന്നെ ചികിത്സയിലിരിക്കുമ്പോൾ ഇന്ന് മരിച്ചുവെന്നാണ് ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി GL അരുൺ ഗോപി നമ്മളോട് പറഞ്ഞത്. എന്നാൽ മറ്റു കുട്ടികൾ ചികിത്സയിലാണ് എന്ന കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷെ അതിനെ അത് വളരെ ലഘൂകരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് പനി, ചുമ, അസുഖത്തെ തുടർന്ന് ഈ രീതിയിൽ തൈക്കാട് ആശുപത്രിയിലും ഒപ്പം SITയിലും ഒക്കെ ചികിത്സയിൽ ആകാറുണ്ട്. ചില ഘട്ടങ്ങളൊക്കെ 20-30 കുട്ടികൾ വരെ ആശുപത്രിയിലാകാറുണ്ട് എന്നാണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം. മാത്രമല്ല ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന നടത്തിയതിനെ അദ്ദേഹം ന്യായീകരിക്കുകയാണ്. എല്ലാ ആഴ്ചയിലും അവിടെ DMOയും ഒപ്പം തന്നെ ഭക്ഷ്യസുരക്ഷാ വിഭാഗമൊക്കെ പരിശോധന നടത്തുകയും യോഗം ചേരുകയും ഒക്കെ ഉണ്ട്. അതിന്റെ ഭാഗമായ നടപടിക്രമങ്ങളാണ് ഇന്നുണ്ടായത് എന്നും അതിനെ അദ്ദേഹം ആ രീതിയിൽ ഒരു അസാധാരണത്വം ഇന്നുണ്ടായ സംഭവത്തിൽ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കുഞ്ഞു മരിച്ചതിന്റെ മരണകാരണം അറിയണമെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ മരണകാര്യം അറിയാനാകൂ എന്നാണ് ശിശുക്ഷേമ സമിതി അധികൃതർ നമ്മോട് വിശദീകരിക്കുന്നത്. രാജ്യം സൂചിപ്പിച്ചോടെ നമുക്കറിയാം ഇതിനു മുമ്പും സമാനമായ തിരുവനന്തപുരത്ത് നിന്ന് ആൻഫ്ലിറ്റ് ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ഉത്തരാഖണ്ഡിലെ ഹിമപാതത്തിൽ കുടുങ്ങിയ 25 പേർക്കായി തിരച്ചിൽ തുടരുന്നു. 32 പേരെ രക്ഷപ്പെടുത്തി. ഇന്ത്യ ചൈന അതിർത്തി മേഖലയിലെ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ക്യാമ്പിന് സമീപമാണ് വൻ ഹിമപാതമുണ്ടായത്. രക്ഷപ്പെട്ട 4 പേരുടെ നില അതീവ ഗുരുതരമാണ്. മാന എന്ന ഗ്രാമത്തിലാണ് ഹിമപാതമുണ്ടായത്. റോഡ് നിർമ്മാണത്തിനെത്തിയ തൊഴിലാളികളാണ് കുടുങ്ങിയത്. ഹിമപാതത്തെ തുടർന്ന് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. SDRF, NDRF സംഘങ്ങൾക്കൊപ്പം സൈന്യവും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ട്. വയനാട് പുനരധിവാസത്തിൽ വീഴ്ചയെന്ന് ആരോപിച്ച് UDF കളക്ടറേറ്റ് ഉപരോധിച്ചു. ജീവനക്കാരെ ഉള്ളിലേക്ക് കടത്തിവിടാതെയുള്ള UDF ഉപരോധത്തിൽ ഓഫീസിന്റെ പ്രവർത്തനം മണിക്കൂറുകൾ സ്തംഭിച്ചു. പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. രാവിലെ 7 മണിയോടെയാണ് ഉപരോധ സമരം ആരംഭിച്ചത്. 2 പ്രധാന ഗേറ്റുകളും പ്രവർത്തകർ ഉപരോധിച്ചു. സമരത്തിനിടെ ചില ജീവനക്കാർ കളക്ടറേറ്റിനുള്ളിൽ പ്രവേശിക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനും കാരണമായി.
ജീവനക്കാരൻ കളക്ടറേറ്റിൽ കടന്നുവെന്ന് ആരോപിച്ച് UDF പ്രവർത്തകർ കളക്ടറേറ്റ് വളപ്പിലേക്ക് ചാടിക്കടന്നു. ഒരു ജീവനക്കാരനെയും കളക്ടറേറ്റിലേക്ക് കയറ്റാൻ സമ്മതിക്കില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. പോലീസ് പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചതോടെ പോലീസിന് നേരെയും പ്രതിഷേധമുയർന്നു. പിന്നീട് പോലീസ് സമരവേദിയിലെത്തി പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. നേതാക്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വാഹനത്തിന് മുന്നിലും പ്രതിഷേധം നടന്നു. 10 സെന്റ് ഭൂമിയെങ്കിലും ഓരോ കുടുംബത്തിനും നൽകണമെന്നാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം. ദുരന്തം നടന്ന് 7 മാസക്കാലം ആരും പ്രക്ഷോഭത്തിലേക്ക് പോയിട്ടില്ലെന്നും സഹികെട്ടാണ് ദുരന്തബാധിതർ സമരത്തിനിറങ്ങിയതെന്നും ടി സിദ്ദീഖ് MLA പറഞ്ഞു. 7 മാസക്കാലമായി ജനം അവരുടെ വിഷമം താങ്ങുകയാണ്. 7ാമത്തെ മാസമാണ് ഞങ്ങൾ സമരത്തിനിറങ്ങിയത്. ഈ സമരത്തെ പൊളിക്കാൻ പോലീസിനെ ഉപയോഗിച്ച് പൊളിക്കാൻ പോലീസ് കൈപിടിച്ച് മുന്നോട്ട് കയറ്റുക. പോലീസിനെ കൈപിടിച്ച് കയറ്റാൻ പോലീസിനെ ജോലി ഏൽപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ഏർപ്പാടുണ്ടോ? സമരത്തെ പൊളിക്കാൻ പോലീസിനെ ഉപയോഗിച്ച് ഭരണകൂടം ഗൂഢാലോചന നടത്തുക, അങ്ങനെയൊന്നും നടക്കില്ല. ദുരന്ത ബാധിതർ നേതൃത്വം കൊടുക്കുന്ന സമരമാണിത്. ഈ സമരം പൊളിക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. അതേസമയം സർക്കാർ വളരെ വേഗത്തിൽ പുനരധിവാസം നടപ്പാക്കിയില്ലെങ്കിൽ തുടർ പ്രക്ഷോഭങ്ങൾ UDF ഏറ്റെടുക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. അമൃത ന്യൂസ്, വയനാട്. മൂന്നാറിനേക്കാൾ കൂടുതൽ ഭൂമി കയ്യേറ്റം നടന്നത് പീരുമേട്ടിലാണെന്ന് പരുന്തുംപാറ കയ്യേറ്റത്തെക്കുറിച്ച് അന്വേഷിച്ച പ്രത്യേക സംഘത്തിൻ്റെ റിപ്പോർട്ട്. മാസങ്ങൾക്ക് മുമ്പ് കയ്യേറ്റ ഭൂമി തിരികെ പിടിച്ചുവെങ്കിലും കയ്യേറിയവർക്കെതിരെ ഇതുവരെ ഒരു കേസ് പോലും എടുത്തിട്ടുമില്ല. മൂന്നാറിനേക്കാൾ കൂടുതൽ ഭൂമി കയ്യേറ്റം പീരുമേട്ടിലാണെന്നാണ് പരുന്തുംപാറ കയ്യേറ്റത്തെക്കുറിച്ച് അന്വേഷിച്ച പ്രത്യേക സംഘത്തിന്റെ റിപ്പോർട്ട്. ഇടുക്കി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിലെ കയ്യേറ്റം സംബന്ധിച്ച് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തിയ IG K സേതുരാമൻ, മുൻ കളക്ടർ H ദിനേശൻ എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് കണ്ടെത്തലുള്ളത്. സർക്കാർ ഭൂമി വൻതോതിൽ നഷ്ടപ്പെട്ടെന്നും പീരുമേട്, മഞ്ചുമല വില്ലേജുകൾ പരസ്പരം മാറ്റിയിട്ട് പട്ടയങ്ങൾ നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പട്ടയ രജിസ്റ്ററുകൾ കാണാതായെന്നും റിപ്പോർട്ടിലുണ്ട്. കാലാകാലങ്ങളിൽ വന്ന റവന്യൂ ഉദ്യോഗസ്ഥരുടെ സഹായം കയ്യേറ്റക്കാർക്ക് ലഭിച്ചു. മാസങ്ങൾക്ക് മുമ്പ് കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിച്ചെങ്കിലും കയ്യേറ്റക്കാർക്കെതിരെ ഇതുവരെ ഒരു കേസ് പോലും ചുമത്തിയിട്ടില്ല. നാമമാത്രമായ പട്ടയഭൂമിയുടെ മറവിൽ ഹെക്ടർ കണക്കിന് വരുന്ന സ്ഥലങ്ങൾ കൈവശപ്പെടുത്തിയവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും പട്ടയം സമ്പാദിക്കുകയും ചെയ്തു. വില്ലേജ്, താലൂക്ക് ഉദ്യോഗസ്ഥരുടെയും സർവേയർമാരുടെയും സഹായത്തോടെയാണ് കയ്യേറ്റങ്ങളെല്ലാം നടന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടും റവന്യൂ വകുപ്പ് അന്വേഷണത്തിന് തയ്യാറായില്ല. പുൽമേടുകൾ, മലഞ്ചെരുവുകൾ എന്നിവ യന്ത്രസഹായത്തോടെ ഇടിച്ചു നിരത്തി മലനിരകൾ നെടുകെ പിളർന്ന് റോഡുകൾ നിർമ്മിച്ചു. സർക്കാർ ഭൂമിയിലെ പാറ പൊട്ടിച്ച് ഈ കല്ലുകൾ ഉപയോഗിച്ച് പുറംപോക്കുകൾ കെട്ടിത്തിരിച്ച് സ്വന്തമാക്കി. വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ പരുന്തുംപാറയിലെ ഭൂമിയുടെ വില കുത്തനെ ഉയർന്നതാണ് വ്യാപകമായ കയ്യേറ്റത്തിന് ഇടയാക്കിയത്. അമൃത ന്യൂസ്, ഇടുക്കി. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഇത്തവണത്തെ പൊങ്കാല മഹോത്സവം മാർച്ച് 13 നടക്കും. മാർച്ച് 5 കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെ പൊങ്കാല മഹോത്സവം ആരംഭിക്കും. മാർച്ച് 5 മുതൽ 14 വരെയാണ് പൊങ്കാല മഹോത്സവമെന്ന് ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാന ശുചിത്വ മിഷനുമായി ചേർന്ന് ഹരിത പൊങ്കാല, പുണ്യം പൊങ്കാല എന്ന ക്യാമ്പയിൻ ഇത്തവണ ഉറപ്പാക്കാനാണ് ക്ഷേത്ര ഭാരവാഹികളുടെ തീരുമാനം. മാർച്ച് 4 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേരും. മാർച്ച് 5 രാവിലെ 10 മണിക്ക് കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമാകും. മാർച്ച് 13 വ്യാഴാഴ്ച രാവിലെ 10:15 പണ്ടാര അടുപ്പിൽ തീ പകരും. ഉച്ചയ്ക്ക് 1:15 നിവേദിക്കും. ക്ഷേത്രവളപ്പിലെ വേദികളിൽ നടക്കുന്ന കലാപരിപാടികൾ മാർച്ച് 5 വൈകിട്ട് 6 മണിയോടെ ആരംഭിക്കും. പൂർണ്ണമായ ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കണമെന്നുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട കളക്ടർ നൽകിയിട്ടുണ്ട്. ശുചിത്വ പൊങ്കാല, പുണ്യം പൊങ്കാല എന്നൊരു മാസ് ക്യാമ്പയിൻ ശുചിത്വ മിഷൻ്റെ കീഴിൽ നടക്കുന്നുണ്ട്. ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ക്ഷേത്ര പരിസരത്ത് വ്യവസായ സ്ഥാപനങ്ങൾ നടത്താൻ അനുവാദം ഇത്തവണ ഉള്ളൂ. അതുമാത്രമല്ല, അന്നദാനം ചെയ്യുന്നത് സാമൂഹ്യ സംഘടനകളുടെ അന്നദാനം, ബാക്കി റെസിഡൻസ് അസോസിയേഷൻ്റെ ആഹാരം ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നത്, ഇവ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് കാലാകാലങ്ങളിലുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. ഈ വർഷം കുത്തിയോട്ടത്തിനായി 592 ബാലന്മാരാണ് ഉണ്ടാകുക. പൂർണ്ണമായും ഹരിതചട്ടങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായി ക്ഷേത്രവളപ്പിലെ കച്ചവട സ്ഥാപനങ്ങൾക്ക് ഇത്തവണ ലൈസൻസ് നിർബന്ധമാക്കും. ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്ന സന്നദ്ധ സംഘടനകൾ, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, നഗരസഭ, പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും അനുമതി തേടേണ്ടതുണ്ട്. സുരക്ഷ ഉറപ്പാക്കുന്നതിനായി 4000 പോലീസുകാർ ഡ്യൂട്ടിയിലുണ്ടാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുംബൈ മാതാ അമൃതാനന്ദമയി മഠത്തിൽ ശിവരാത്രി ആഘോഷിച്ചു. വിപുലമായ ആഘോഷ പരിപാടികളായിരുന്നു സംഘടിപ്പിച്ചത്. പുലർച്ചെ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. മഹാമൃത്യുഞ്ജയ ഹോമം,
ഭജന, അഭിഷേകം എന്നിവയും നടന്നു. മുംബൈ ബ്രഹ്മസ്ഥാനത്ത് നടന്ന ചടങ്ങുകൾക്ക് സ്വാമി അവ്യാമൃതാനന്ദപുരി നേതൃത്വം നൽകി. ഇന്നലെ പുലർച്ചെ വരെ ആഘോഷങ്ങൾ നീണ്ടു. ആശ്രമാന്തേവാസികളും പ്രദേശത്തെ ഭക്തജനങ്ങളും അടക്കം നിരവധി പേരാണ് ശിവരാത്രി ആഘോഷങ്ങളിൽ പങ്കാളികളായത്. ഇനി കായിക വാർത്തകൾ നോക്കാം. രഞ്ജി ട്രോഫി ഫൈനലിൽ ഒന്നാം ഇന്നിംഗ്സിൽ കേരളത്തിനെതിരെ വിദർഭയ്ക്ക് 37 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. കേരളം ആദ്യ ഇന്നിംഗ്സിൽ 342 റൺസിന് പുറത്തായി. 379 റൺസായിരുന്നു വിദർഭ ആദ്യ ഇന്നിംഗ്സിൽ നേടിയത്. 98 റൺസ് നേടിയ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയാണ് കേരളത്തിന്റെ ടോപ്പ് സ്കോറർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.